വിശ്വാസികളെ, ജീവിതത്തിൽ തൗഹീദിനെ മുറുകെ പിടിച്ചാൽ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് വലിയ സഹായം അല്ലാഹു നൽകും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രതീക്ഷ ജീവിതത്തിൽ അല്ലാഹു മാത്രമായി ഒതുങ്ങിയ ഒരു സന്ദർഭമുണ്ട്. അതെന്താ? ദുനിയാവിൽ മറ്റൊന്നും കാണാനില്ല. ആൾബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ ഒരു രക്ഷയും കാണാനില്ല. റഹ്മാനായ റബ്ബുണ്ട്, ഞാൻ അവനെ മാത്രമാണ് ആരാധിക്കുന്നത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ആ ഒരു പ്രതീക്ഷയോടുകൂടി ബദറിലേക്ക് പോയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി. ആ പ്രവാചകൻ പ്രാർത്ഥിക്കുക, അല്ലാഹ് നീ എന്നോട് കരാർ ചെയ്തത് പൂർത്തിയാക്കി നൽകണമേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നീ പൂർത്തിയാക്കി നൽകണമേ. എന്തിന്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസ്ബ മിൻ അഹ്ലിൽ ഇസ്ലാം, ഈ പവിത്രമായ ദീനിനെ സ്വീകരിച്ച, ദീന് മാത്രം അല്ലാഹ് എന്ന വിളി മാത്രമുള്ള ഈ ജനതയെങ്ങാനും നീ നശിപ്പിച്ചാൽ ലാ തഅബുദു ഫിൽ അർദ്, ഭൂമിയിൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹ് എന്താ പറഞ്ഞത്? ഇത് തസ്തഗീസുന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട്, രക്ഷിതാവിനോട് സഹായം തേടിയ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കുക. ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫിൻ, തുടരെ 1000 മലക്കുകളെ അയച്ചുകൊണ്ട് നാം നിങ്ങൾക്ക് സഹായം ചെയ്തു തന്നില്ലേ? ഫസ്തജാബ ലക്കും, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകിയില്ലേ? കിട്ടും. റഹ്മാനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അല്ലാഹു നൽകും, അല്ലേ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനല്ലേ ഈ നാട്ടിൽ മുഴുവൻ പ്രയാസമുള്ളത്? ബാക്കി എല്ലാറ്റിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ദീനിനെ ശരിയാവണ്ണം ഉൾക്കൊണ്ട് അതെന്റെ കുടുംബം വിശ്വസിക്കണം, എന്റെ നാട്ടുകാർ അറിയണം, ഈ ഖുർആൻ ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് ഒരു ദീനിനെ സ്നേഹിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും, സംരക്ഷണം കിട്ടും. നോക്കൂ നിങ്ങൾ, സഹാബുൽ കഹ്ഫിന്റെ ചരിത്രമുണ്ട്. അവർ തികഞ്ഞ ഏകദൈവ വിശ്വാസികളായിരുന്നു. നാട് ഭരിക്കുന്ന ശത്രുവായ ദക്കിയാനൂസ് രാജാവ് അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തു, കൊന്നുകളയാൻ തീരുമാനിച്ചു, അല്ലേ? എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? 300 കൊല്ലം അവരെ ഉറക്കിക്കിടത്തിയത്. അള്ളാന്റെ ഈ ദുനിയാവിലുണ്ടാക്കിയ സെറ്റപ്പ്, പ്രകൃതിദത്തമായ ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ മാറ്റിക്കൊണ്ടാണ് അള്ളാഹ് സംരക്ഷിച്ചത്. കിട്ടും, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സഹായം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴാണ് അവർക്ക് അത് കിട്ടിയത്? സൂറത്തുൽ കഹ്ഫ് ഓതിയില്ലേ സഹോദരങ്ങളെ? ഒരു ആയത്തില്ലേ, വറബത്തുന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം കെട്ടുറപ്പ് നൽകി, ധൈര്യം നൽകി. ഇത് ഖാമൂ ഫഖാലു, ഇത് പറഞ്ഞുകൊണ്ടവർ എഴുന്നേറ്റ് നിന്നപ്പോൾ എല്ലാവരും മടിച്ചു, പറയാൻ ധൈര്യമുണ്ടായില്ല. എല്ലാവരും രാജാവിന് മുമ്പിൽ അടിമത്തപ്പണിയെടുത്തപ്പോ ഇത് ഖാമൂ ഫഖാലു, ഇത് പറഞ്ഞവർ എഴുന്നേറ്റ് നിന്നു. എന്താ പറഞ്ഞത്? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രക്ഷിതാവാണ് ഞങ്ങളുടെ റബ്ബ്. മാത്രമല്ല ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹാ, അവന് പുറമെ ഒരു ഇലാഹിനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, ഒന്നിനോടും ഞങ്ങൾക്ക് ബന്ധമില്ല. ലഖദ് ഖുൽനാ ഇദൻ ശത്തത്താ, ഇത് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു അന്യായമായ വാക്കായി പോകും. അതുകൊണ്ട് ന്യായമായ വാക്കാ പറഞ്ഞ് ഞങ്ങൾ ലേഖനായ റബ്ബിനെ ആരാധിക്കുന്നു. സഹോദരങ്ങളെ, ആരുമില്ലാന്ന് തോന്നിയ സമയത്ത് റഹ്മാനായ റബ്ബ് അവരെ സഹായിച്ചിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ സ്വീകരിച്ച തൗഹീദ് കൊണ്ട് റഹ്മാനായ റബ്ബ് നൽകുന്നതാണ്. തൗഹീദ് സ്വീകരിച്ചാൽ സഹോദരങ്ങളെ, ജാറത്തിൽ പോകാതിരുന്നാൽ, ജീവിതത്തിൽ ഐക്കല്ലും മേലസ്സൊക്കെ ഉപേക്ഷിച്ചാൽ, തങ്ങന്മാരും ബീവിമാരൊക്കെ മാറ്റിവെച്ച് അല്ലാഹ് എന്നൊരു വിളിക്ക്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനൊന്ന് സ്നേഹിച്ചു നോക്ക്. അല്ലാഹ് പറയാം, അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടും. അതിനുള്ള ഖുർആനിൽ കഥ പറയുന്നുണ്ട്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം അദ്ദേഹം പറയാം, വദന്നൂൻ, അല്ലാഹ് പറയാം, വദന്നൂൻ യൂനുസ് നബി അലൈഹി ഇസ്ലാം ഇദ്ദഹബ മുഖാദിബ. ആ പ്രവാചകന് ജനങ്ങൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, തൗഹീദ് വിശ്വസിക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് അവരോടൊരു ഇഷ്ടക്കേടുണ്ടായി. ആ ദേശത്തിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി, ആ പ്രവാചകൻ വിചാരിച്ചു പോയി, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരിക്കലും അദ്ദേഹത്തിന് ഞെരുക്കുണ്ടാക്കൂല എന്ന് അദ്ദേഹം വിചാരിച്ചു പോയി. ആ പ്രവാചകൻ അല്ലാഹു പരീക്ഷിക്കാം. എങ്ങനെ പരീക്ഷിച്ചത്? ആ വലിയ മത്സ്യം വിഴുങ്ങിക്കളഞ്ഞു. എന്താ മത്സ്യം വിഴുങ്ങിയ സംഭവിക്കാം? മരിച്ചു പോകും. പക്ഷേ അല്ലാഹ് ആ പ്രകൃതിയെയും മാറ്റി. എന്നിട്ട് ആ ഇരുട്ടറയിൽ ഫനാദാ ഫുത്തുലുമാൻ, ആ ഇരുട്ടറയിൽ നിന്ന് ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനില്ല, സുബ്ഹാനക,
നാഥാ നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്ന ശരണം ജാറ, തങ്ങള, ബീവിയ, ഐക്കല്ല, ഏലസ അല്ലേ? എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ തന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശിർക്ക് വന്നിട്ടുണ്ടോ എന്ന് പേടിച്ച് പിന്മാറി അല്ലാഹ് എന്ന തൗഹീദിലേക്ക് മടങ്ങും. പിശാചെ ശിർക്കിലേക്ക് കൊണ്ടുപോകും. എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ സഹായം കിട്ടാതിരിക്കാൻ വേണ്ടി. നമ്മളെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കും, നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കും. ഇതിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തണ്ടേ? അള്ളാഹ് സഹായിക്കുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറണ്ടേ സഹോദരങ്ങളെ? എന്തെല്ലാം പ്രതിസന്ധികളായി ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ സമുദായത്തെ പ്രത്യേകിച്ച് കടന്നാക്രമിക്കുമ്പോ എന്താ പരിഹാരം? നമ്മൾ ദീനുള്ളവരാകാം, തൗഹീദുള്ളവരാകാം. അള്ളാഹ് സഹായിക്കുക തന്നെ ചെയ്യും. മാത്രല്ല സഹോദരങ്ങളെ, പേടിച്ച് ജീവിക്കാന്നുള്ളത് ഒരു വല്ലാത്ത അവസ്ഥ. അള്ളാഹ് പറഞ്ഞു, നീ തൗഹീദുള്ളവനാണോ, നിനക്ക് നിർഭയത്വം അള്ളാഹ് തരാണ്. ഒരു പേടി എനിക്കുണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, അല്ലദീന ആമനൂ, വിശ്വസിച്ച ഒരു കൂട്ടർ. ആ വിശ്വാസത്തിന് പ്രത്യേകത ഉണ്ട്. വലം യൽബിസു ഈമാനുഹും ബിദ്ദുൽമ, ദുൽമ കൊണ്ട് അവരുടെ ഈമാനിനെ മലീനസമാക്കാത്തവർ, ശിർക്ക് ചെയ്യാത്തവർ, മനസ്സുകൊണ്ട് പോലും അല്ലാഹു അല്ലാത്ത ഒന്നിനോട് രാജിയാകാത്തവർ, അത്രമാത്രം ശുദ്ധമായ തൗഹീദുള്ളവർ, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചവർ. ഇതിലും വലിയൊരു ഓഫർ ഉണ്ടോ സഹോദരങ്ങളെ? പേടിക്കാതെ ജീവിക്കാൻ തൗഹീദ് ഉണ്ടായാൽ മതി. അള്ളാഹ് സഹായിക്കും. ഏതൊരു പ്രതിസന്ധിയെയും റഹ്മാനായ റബ്ബ് നമ്മെ സുരക്ഷിതമായി കാക്കുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നാളെ പരലോകത്തോ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അങ്ങ് ചെന്നാൽ റസൂലുള്ളാഹി ആരും സഹായിക്കാത്തൊരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ കിട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പറ്റും. അസ്അദന്നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യം കിട്ടുന്നവർ ആരാന്നറിയോ? മൻ ഖാല, ഒരുത്തം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. തീർന്നില്ല കേട്ടോ, അവിടെ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശഫാഅത്ത് കിട്ടും. ഖാലിസൻ മിൻ ഖൽബിഹി, അവന്റെ മനസ്സിൽ ഇഖ്ലാസോട് കൂടി വേറെ ഒന്നിനെയും ചേർക്കാതെ അവനത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അവനാണ് ശഫാഅത്ത് കിട്ടുക. റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗ്ഗം ഉറപ്പായും കിട്ടും. മൻ മാത, ഒരാൾ മരിച്ചു, വഹുവ യഅലമു, അവൻ ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ശരിക്ക് പഠിച്ചിട്ടുണ്ട്. ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗാവകാശിയാകും. വിശ്വാസികളെ, നമ്മുടെ നാട്ടിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണ് എല്ലാവരും. മുസ്ലിം സമുദായത്തിലെ എല്ലാ ആളുകളും. വണ്ടിമ സ്റ്റിക്കർ ഉണ്ട്, വീട്ടിലേക്ക് കയറി ചെല്ലുന്നിടത്തുണ്ട്, പള്ളിയിലുണ്ട്, എല്ലായിടത്തും. പക്ഷേ 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണിൽ നിന്ന് കണ്ണിലേക്ക് പ്രവാചകന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുത്തത് അവരങ്ങനെ കേട്ട് പഠിച്ചു പറഞ്ഞൊരു തൗഹീദുണ്ട്. അന്ന് അവർ ജീവിച്ച നാട്ടിൽ മുശ്രിക്കീങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്, ക്രൈസ്തവരുണ്ട്. നമ്മൾ ജീവിച്ചതുപോലെ ബഹുസ്വരമായ ഒരു സമൂഹത്തിലാണ്, ബഹുമത സമൂഹത്തിലാണ് അവർ ജീവിച്ചത്. അതിൽ നിന്ന് പ്രവാചകൻ പഠിപ്പിച്ചതിൽ നിന്ന് അവർ കേട്ടറിഞ്ഞൊരു വാക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സ്നേഹിക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ആദരിക്കണം, ഇബ്രാഹിമിയെ സ്വലാത്ത് ചൊല്ലണം. പക്ഷേ യാ ഇബ്രാഹിം എന്ന് വിളിച്ചുകൂടാ, ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറഞ്ഞുകൂടാ. അവർ പഠിച്ചു അത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രവാചകൻ മരിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് പോലും യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ കാക്കണേ എന്നവർ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ എവിടുന്ന് വന്നു സഹോദരങ്ങളെ? ഇതാണ് ശൈത്താന്റെ കളി, ശൈത്താന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പിടിച്ചവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ പറയുമ്പോഴാണ് അവൻ വിജയിക്കുന്നത്. എതിരെ പറയുന്നവൻ നരകത്തിന്റെ അവകാശിയാകുമ്പോഴാണ് അവൻ പൊട്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നെഞ്ചോട് ചേർക്കുന്നവരാണെങ്കിൽ അവൻ നമ്മിൽ നിന്ന് ഭയത്തോടു കൂടി മാറി നിൽക്കുന്നവനാണ്. നാം എവിടെ നിൽക്കുന്നു? നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണ്ണം ചൊല്ലി പറഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാകണം നമ്മുടെ ജീവിതം. എങ്കിൽ നിർഭയത്വത്തോടു കൂടി റഹ്മാനായ റബ്ബിന്റെ സഹായം ലഭിക്കുന്നവരായി അള്ളാഹുവിന്റെ ഈ ദീനിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും നമ്മുടെ ആളുകൾക്കുള്ള ഒരു പരിഹാസത്തോടു കൂടിയുള്ള ചോദ്യമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഓൻ പിന്നെ ശിർക്ക് ചെയ്യോ എന്ന്. അത് സംഭവിക്കൂലെന്ന് പിശാച് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തൊരു ആദർശമാണ്. റസൂലുള്ള പറഞ്ഞ ആദർശം എന്താ? ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബാഇല മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ഖബീലകൾ മുശ്രിക്കീങ്ങളോടൊപ്പം ചേരാതെ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു ഹത്താ യഅബ്ദു അൽ ഔസാൻ, ബിംബങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തുന്നത്. ആരെക്കുറിച്ചാ പറഞ്ഞത്? എന്റെ ഉമ്മത്തിനെ കുറിച്ച്. ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അത്രമാത്രം ഗൗരവമുള്ള വിഷയം. റസൂലുള്ള പറഞ്ഞില്ലേ, ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയിലൂടെ ഒരു കറുത്ത എറുമ്പ് അരിച്ചുകൊണ്ട് കാണാൻ പറ്റില്ലല്ലോ. അത്ര കോപ്യമായി നിങ്ങൾ അറിയാതെ ഷിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആക്സിഡന്റ് ആകുന്നത് നമ്മൾ പേടിക്കണില്ലേ? എത്ര ശ്രദ്ധിച്ച നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. ഒന്ന് മയങ്ങോന്ന് പേടിച്ച വണ്ടി ഓഫ് ചെയ്ത് ഉറങ്ങിട്ട് അല്ലെ, വണ്ടി ഒന്ന് വേഗത കൂടി അടുത്ത ആള് പറയും ഒന്ന് കുറക്കടാ. എന്തേ ആക്സിഡന്റ് അത്ര പേടി? സഹോദരങ്ങളെ, ഇത് വല്ലാത്തൊരു ആക്സിഡന്റ് ആണ് കേട്ടോ. എന്ന് പറയുന്ന ശബ്ദത്തിൽ മരണപ്പെട്ടു പോകും നമ്മൾ. അത് വല്ല ജാറത്തിലോ തങ്ങളെടുത്തും ബീവരത്തും ജോസിലത്തും പോയിരിക്കെ ആണ് മരണപ്പെട്ടു പോകുന്നത്. ആലോചിച്ച് നോക്ക്. അല്ലല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോകുന്നു, ഹറാമ് ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടു പോകണമെന്ന് ആലോചിക്കുക. പേടിക്കണം നമ്മളെ. ഈ നിമിഷം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്ന ഉറപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള ആരാധന, അള്ളാഹുവിനോടുള്ള സുജൂദ്, അത് വേറെ ആർക്കും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അത് അള്ളാഹു മാത്രം. അതെന്തിനെന്നറിയാം? അത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു വെച്ചതാ. അള്ളാഹിന്റെ മാർഗത്തിലല്ലാത്തൊരു നേർച്ച നമുക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹ് എന്ന പേരിലെ സത്യം ചെയ്യലല്ലാതെ വേറെ സത്യം ചെയ്യൽ പറഞ്ഞിട്ടില്ല. ഐക്കല്ലും ഏലസും നൂലും ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. മൻ തഅല്ലക തമീമ ഫഖദ് അശ്റക, നൂല് കെട്ടിയവൻ, ഐക്കല്ല് കെട്ടിയവൻ, അതിൽ ഭരമേൽപ്പിച്ചവൻ ശിർക്ക് ചെയ്തു. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം തന്നെ നിഷിദ്ധമായി പോകുന്ന ഈ ഹറാമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ പിന്മാറി, നമ്മുടെ കുടുംബത്തെ പിന്മാറ്റി, നമ്മുടെ കുടുംബാംഗങ്ങളെ മാറ്റി ഈ നാടിനെ അള്ളാഹുവിന്റെ ദീനെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റുക എന്ന ദൗത്യം നമ്മൾ നിർവഹിക്കണം. ഇത് തെറ്റിപ്പോകാം, നമ്മൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം പരീക്ഷണങ്ങൾ അങ്ങനെയും വരാനും. അതുകൊണ്ടാണ് റസൂലുള്ള പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റസൂലുള്ള സദാസമയം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക, അല്ലാഹ് നിന്നിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് പങ്കു ചേർക്കുന്നതിനെ, വഅന അഅലം അറിഞ്ഞുകൊണ്ട് പങ്കു ചേർക്കുന്നതിനെ, അല്ലാഹുവേ ഞാനിതാ അതിൽ നിന്ന് ശരണം തേടുന്നു. വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ അറിഞ്ഞോ അറിയാതെയൊക്കെ ചിലപ്പോൾ അങ്ങനെ വാക്കോ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ പ്രശ്നേ, അതുപോലും എന്നിൽ സംഭവിക്കാതിരിക്കാൻ ഞാൻ നിന്നോട് ശരണം തേടുന്നു. സംഭവിച്ചാൽ അതാ എനിക്ക് പുറത്തു തന്നെ. ഈ പ്രാർത്ഥന പോലും പഠിക്കാൻ ശൈത്താൻ നമ്മളെ അയക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തെ, നമ്മുടെ നാടിനെ നോക്കി നമുക്ക് പറയാൻ പറ്റണം, എവിടെയാണ് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുക, എങ്ങനെയാണ് നമുക്കൊരു ഇസ്സത്തുള്ളവരായി മാറാൻ പറ്റുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസം അത് പരിപൂർണമായ ജീവിതത്തിൽ പാലിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇറങ്ങി പുറപ്പെട്ടാൽ നാഥൻ സഹായിക്കും.